നമുക്ക് പുറത്തോട്ടൊക്കെ പോകുമ്പോൾ പ്രത്യേകിച്ച് ഈ ഫ്രണ്ട് നിര വരുന്ന ആൾക്കാർക്ക് ഒരു നാണക്കേടല്ലേ അതൊന്ന് എങ്ങനെയൊന്ന് കറുപ്പിച്ചെടുക്കാനായിട്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്കെല്ലാം യൂസ് ആകുന്ന ഒരു ഹെയർ ഡൈ ആണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് അതൊന്നും മറയ്ക്കാൻ വേണ്ടി നമ്മൾ പാടുപെടുന്നുണ്ട്. പക്ഷേ നമുക്ക് ഒരു ഡൈയും ചെയ്യാൻ പറ്റത്തില്ല, അലർജിയാണ് പ്രശ്നം അല്ലേ. അപ്പോൾ അങ്ങനെയുള്ളവർക്കും ഈ ഒരു ഹെയർ ഡൈ ഒത്തിരി ഉപകാരപ്പെടും കേട്ടോ. ഹലോ ചക്കരകളെ, എല്ലാവരും എന്ത് പറയുന്നു? സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്ന് നമ്മളൊരു നാച്ചുറൽ ഹെയർ ഡൈ ആണ് തയ്യാറാക്കി കാണിക്കുന്നത്. എല്ലാവരുടെയും ഒരു പ്രശ്നമാണല്ലോ അല്ലേ, വെളുത്ത മുടി ഒരു പ്രശ്നം തന്നെയാണ്. അപ്പം മുടി നരയ്ക്കുക എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു വിഷമമല്ലേ. ഇപ്പം പ്രായമാകുമ്പോഴല്ല മുടി നരയ്ക്കുന്നത്, ചെറുപ്പം മുതലേ മുടി നരയ്ക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവരൊക്കെ എന്താണ് ചെയ്യേണ്ടത്? നമ്മുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കുന്ന ഓയിലുകളും വീട്ടിൽ തന്നെ തയ്യാറാക്കുന്ന ഹെയർ പായ്കളും ഒക്കെ ചെയ്തു പോവുക. ഒരിക്കലും നിങ്ങൾ കെമിക്കൽ ഡൈ യൂസ് ചെയ്ത് പോകരുത്. പിന്നെ നിങ്ങളുടെ മുടിയെല്ലാം വെളുത്തു പോകും. അവിടെ നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങൾ എത്രയോ ഉപയോഗിക്കുക, അത്രയും നല്ലതാണ് കേട്ടോ. അപ്പോൾ അതെല്ലാവരും ഓർക്കുക. അപ്പോൾ നമുക്ക് ഇതുപോലെ പുറത്തോട്ടൊക്കെ പോകുമ്പോൾ ഡൈ തേച്ച് പിടിപ്പിച്ചുകൊണ്ട് പോകാം. അതുപോലെ തന്നെ വെളുത്ത മുടി നന്നായിട്ട് കറുത്തിരിക്കുകയും ചെയ്യും. ഈ ഒരു ഹെയർ ഡൈ ഇതൊരു നാച്ചുറൽ ഹെയർ ഡൈ ആണ്. ടിപ്പ് ചെയ്യാനേ കാരണം വീട്ടിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു കുഞ്ഞു ലൈക്ക് തരാനും മറന്നുപോല കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഒരു ഹെയർ ഡൈ എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്ന നോക്കിയാലോ. എന്നാ ഓടി വന്നേ. എത്ര വെളുത്ത മുടിയും നന്നായിട്ട് നമുക്ക് കറുപ്പിച്ചുകൊണ്ട് പോകാം. നമ്മുടെ വീട്ടിലുള്ള നാച്ചുറൽ സാധനം വെച്ച് ഒരുപാട് ഹെയർ ഡൈ നമുക്ക് ഉണ്ടാക്കാം. ഒരുപാട് ഹെയർ ഡൈ നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്തിട്ടുമുണ്ട്, റിസൾട്ട് കിട്ടിയ ഒരുപാട് പേരുമുണ്ട്. അതുപോലെ ഒരു നാച്ചുറൽ ഹെയർ ഡൈ ആണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് വെള്ളം ഒഴിച്ച് കൊടുത്താലൊന്നും നമ്മുടെ തലയിൽ നിന്നും പോകത്തില്ല. നമ്മൾ നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം പ്ലെയിൻ വാഷ് ചെയ്ത് കളയുക. എന്നിട്ട് നമുക്ക് പുറത്തോട്ടൊക്കെ പോകാം, നമ്മുടെ മുടിയിൽ പിടിച്ചിരുന്നോളും. അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് നാച്ചുറൽ സാധനങ്ങൾ നമുക്ക് വീട്ടിൽ തന്നെ ഡൈ തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഇന്ന് ഞാൻ ഉണ്ടാക്കി കാണിക്കുന്നത് കരിഞ്ജീരകം കൊണ്ടുള്ള ഒരു ഹെയർ ഡൈ ആണ് കേട്ടോ. അപ്പോൾ ഈ കരിഞ്ജീരകം നമ്മുടെ മുടി കറക്കാനായിട്ട് ഒത്തിരി നല്ലതാണ്. കരിഞ്ജീരകവും തേയിലവെള്ളവും ഉള്ളിയും ഒക്കെ ഇട്ട് തിളപ്പിച്ച വെള്ളം കൊണ്ട് നമുക്ക് മുടി കഴുകിയാൽ മുടി നല്ല ഹെൽത്തി ആയിട്ടും കറുപ്പ് വരാതിരിക്കുകയും കറുത്ത മുടികളൊക്കെ കുറയാനൊക്കെ സഹായിക്കുമെന്ന് ചെയ്യുന്നതാണ്. ആഴ്ചയിൽ 2 വട്ടമൊക്കെ ആ ഒരു വെള്ളം കൊണ്ട് മുടി കഴുകുന്നത് നല്ലതായിരിക്കും കേട്ടോ. അപ്പം ഇത് നമ്മൾ ഈ ഒരു കരിഞ്ജീരകത്തിൻ്റെ ഗുണം ഒത്തിരിയാണ്. എണ്ണ കാച്ചാനായിട്ട് മെയിനായിട്ട് നമ്മൾ ഈ കരിഞ്ജീരകം, ഞാൻ എൻ്റെ എണ്ണ കാച്ചുന്നതിനകത്തേക്കെല്ലാം മെയിനായിട്ട് ഈ കരിഞ്ജീരകം ഉപയോഗിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ മുടി കറുപ്പിന് ഒത്തിരി സഹായിക്കുന്ന ഒരു സംഭവമാണ് കരിഞ്ജീരകം. അതുകൊണ്ട് തന്നെ നമുക്കൊരു നാച്ചുറൽ ഹെയർ ഡൈ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഒരു കട്ടിയുള്ള ഒരു ചീനച്ചട്ടി തന്നെ എടുക്കുക. അതിനകത്തേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ കരിഞ്ജീരകമാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഈ കരിഞ്ജീരകം കറുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മളിത് ചൂടാക്കി വരുമ്പോൾ നമുക്കറിയത്തില്ല എത്രത്തോളം നമുക്കിതൊന്ന് കറുപ്പിച്ചെടുക്കണമെന്നുള്ള കാര്യം. അപ്പോൾ നിങ്ങൾ ആദ്യം ഒന്ന് തീ കൂട്ടി കൊടുത്തതിന് ശേഷം ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഒന്ന് തീ കുറച്ചിടുക. എന്നിട്ട് നന്നായിട്ട് ഈ പുകഞ്ഞു വരും. ഈ കരിഞ്ജീരകം നല്ല ചൂടായി വരുമ്പോൾ ഇത് നന്നായിട്ട് പുകഞ്ഞു വരും. അപ്പോൾ കുറേ നേരം അപ്പോൾ എല്ലാവരും വിചാരിക്കും പെട്ടെന്ന് ചൂടാകാനായിട്ട് തീ കൂട്ടി ഇട്ട് കൊടുക്കണമെന്ന്. ഒരിക്കലും അങ്ങനെ ചെയ്ത് കൊടുക്കരുത്. തീ കൂട്ടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇതങ്ങ് കരിഞ്ഞു പോകും. അപ്പോൾ നമ്മളെ ഉദ്ദേശിച്ച റിസൾട്ട് കിട്ടത്തില്ല. അങ്ങനെ കുറേ പേർക്ക് അബദ്ധം പറ്റിയവരുണ്ട്. ഇതുപോലുള്ള ഡൈകളൊക്കെ ഉണ്ടാക്കിയിട്ട് തീ കൂട്ടിയിട്ട് വേഗം വറുത്ത് കിട്ടാനായിട്ട് തീ കൂട്ടി ഇട്ടിട്ട് കരിച്ച് കളഞ്ഞു. പക്ഷേ അത് വെറുതെ ഒരു പാഴായിട്ട് നമുക്ക് പോകും കേട്ടോ. ഇനി അതിനകത്തേക്ക് നമുക്ക് കുറച്ച് കരിഞ്ജീരകം നല്ലപോലെ മൂപ്പിച്ചെടുത്തതിന് ശേഷം അതിനകത്തേക്ക് 2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ മഞ്ഞൾപ്പൊടി എന്താ ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾ വിചാരിക്കും. മഞ്ഞൾപ്പൊടി നമ്മുടെ ചില ആൾക്കാർക്ക് തലയിൽ ചൊറിച്ചിലും അലർജിയും ഒക്കെ ഉണ്ടാവാറുണ്ട്. എന്ത് തേച്ചാലും, അത് നാച്ചുറൽ ആയിക്കോട്ടെ കെമിക്കൽ ആയിക്കോട്ടെ, എന്ത് തേച്ചാലും അവർക്ക് ചൊറിച്ചിലുണ്ടാവും തലയോട്ടിയിൽ. അപ്പോൾ ആ ചൊറിച്ചിലൊന്നും വരാതിരിക്കാനായിട്ടാണ് നമ്മൾ ഈ ഒരു മഞ്ഞൾപ്പൊടി കൂടെ ചേർക്കുന്നത്. അപ്പോൾ നമ്മുടെ തലയിലെ അലർജി പ്രശ്നങ്ങളൊക്കെ മാറാനായിട്ട് മഞ്ഞൾപ്പൊടി നല്ലതാണ്. അപ്പോൾ മഞ്ഞൾപ്പൊടി 2 ടീസ്പൂൺ മാത്രം ചേർത്താൽ മതി. ഒത്തിരി കൂടുതലായിട്ടൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ അതും കൂടെ കൂട്ടി ഈ മഞ്ഞൾപ്പൊടി ഇനി ഒരു മൂപ്പെന്ന് പറഞ്ഞാൽ ഈ മഞ്ഞൾപ്പൊടി കറുത്ത് വരുന്ന ഒരു മൂപ്പാണ് നമ്മുടെ ഒരു കറക്റ്റ് രീതിയിൽ എടുക്കേണ്ടത്. അപ്പം മഞ്ഞൾപ്പൊടി നന്നായിട്ട് കറുത്ത് വന്നിട്ടുണ്ട്. ഒരു കാപ്പിപ്പൊടിയുടെ കളറൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് പൊടിക്കണം. അതായത് വെള്ളമയം ഇല്ലാത്ത ജാറായിരിക്കണം. വെള്ളമയം ഉണ്ടെങ്കിൽ നമുക്കിത് പൊടിഞ്ഞ് കിട്ടത്തില്ല. ഇങ്ങനെ കുഴഞ്ഞു കിടക്കും. അതിലുകൊണ്ട് കാര്യമില്ല. നല്ലപോലെ ഉണങ്ങിയ ആ ഒരു ചെറിയ ജാറിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുക. നല്ലവണ്ണം തന്നെ പൊടിക്കുക. എന്നിട്ട് നമുക്കൊന്ന് അരിച്ചെടുക്കണം. അരിച്ചെടുക്കുമ്പോഴാണ് നല്ല രീതിയിലൊരു ഫൈൻ പൗഡറായിട്ട് കിട്ടുന്നത്. അല്ലെങ്കിൽ നമുക്ക് തരിതരിപ്പോട് കൂടിയ പൗഡറായിരിക്കും കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ഇത് നല്ല രീതിയിൽ നിന്ന് അരിച്ചെടുക്കുക. അരിച്ചെടുത്തതിന് ശേഷം നമുക്കിതിനകത്തേക്ക് ഒരു കാര്യം ചേർക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് പൊടിച്ചെടുത്തിട്ട് അരിച്ചെടുത്ത് നിങ്ങൾക്കൊരു ഡബ്ബയിലിട്ട് സൂക്ഷിച്ച് വെക്കാം. ആവശ്യാനുസരണം നിങ്ങൾക്ക് എടുക്കുമ്പോൾ ഉപയോഗിക്കാം. ഇനി ഇതിനകത്തേക്ക് വെളിച്ചെണ്ണയോ ആൽമണ്ട് ഓയിലോ അല്ലെങ്കിൽ ഒലിവ് ഓയിലോ എന്ത് ഓയിൽ വേണമെങ്കിലും എടുക്കാം. വെർജിൻ കോക്കനട്ട് ഓയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള തലയിൽ പിടിക്കുന്ന, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിൽ മുറുക്കി വെക്കുന്ന എണ്ണ ഉണ്ടല്ലോ നമ്മുടെ വീട്ടിലൊക്കെ, അതാണല്ലോ ഉപയോഗിക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക.
മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഇത് ഇതുപോലെ കുപ്പിയിൽ സൂക്ഷിച്ച് വെക്കാം. എന്നിട്ട് നിങ്ങൾക്ക് ചില ആൾക്കാർക്കൊക്കെ ഈ ഫ്രണ്ട് നര ആയിരിക്കുമല്ലോ കൂടുതൽ, അപ്പോൾ ആ ഭാഗത്തൊക്കെ നിങ്ങൾ ബ്രഷ് ഉപയോഗിച്ച് ഇതുപോലെ ടച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അവിടെ അരമണിക്കൂർ കഴിഞ്ഞ് കഴിയുമ്പോൾ അവിടെ പിടിച്ചിരുന്നോളും, പോകത്തില്ല. നമ്മളിത് കഴുകിയാലും നമ്മുടെ കയ്യിലൊക്കെ തേച്ചാൽ ഇത് പോകത്തില്ല കേട്ടോ. ഇതുപോലെയാണ് നമ്മുടെ തലയിലും പിടിച്ചിരിക്കുന്നത്, കഴുകിയാലൊന്നും പോകത്തില്ല. വെള്ളം ഇങ്ങനെ ഉരുണ്ടുരുണ്ട് പോകുന്ന അല്ലാതെ നമ്മുടെ കയ്യിൽ നിന്നും പോകത്തില്ല. അത്രയ്ക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ഡൈ ആണ്. അപ്പോൾ കരിഞ്ജീരകം നല്ല രീതിയിൽ ഇതുപോലെ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്കൊരു നല്ലൊരു നാച്ചുറൽ ഹെയർ ഡൈ ആണ് ഉണ്ടാക്കാൻ സാധിക്കുന്നത്. ഇതുപോലെ പല പല സാധനങ്ങൾക്ക് വെച്ചും നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് നാച്ചുറൽ ഹെയർ ഡൈ തയ്യാറാക്കിയെടുക്കാം. കെമിക്കൽ ഡൈ യൂസ് ചെയ്യാതിരിക്കുക. അപ്പം എൻ്റെ തലയിൽ വെളുത്ത മുടിയില്ല, എന്നാൽ നിങ്ങൾക്ക് വേണ്ടി ഇതുപോലെ ചെയ്ത് കാണിക്കുകയാണ്. നമുക്ക് ഇതുപോലെ വെറുതെ പായ്ക്കായിട്ട് ഇട്ടു പോകാം. നമ്മൾ വെളുത്ത മുടിയെ തടയാനായിട്ട്, വെളുത്ത മുടി വരാതിരിക്കാനായിട്ട് ഒത്തിരി ഹെൽപ്പ് ചെയ്യും ഈ കരിഞ്ജീരകം. അപ്പോൾ അങ്ങനെയും ഒരു യൂസ് ഉണ്ട് ഇതിന് കേട്ടോ. അല്ലാതെ നിങ്ങൾക്ക് വെളുത്ത മുടിമാർക്ക് വേണ്ടി മാത്രമല്ല ഇത് ഉപയോഗിക്കാവുന്നത്. ഇങ്ങനെയും നമ്മൾ ഹെയറിൽ ഇട്ടിട്ട് അരമണിക്കൂർ കഴിഞ്ഞ് പ്ലെയിൻ വാഷ് ചെയ്ത് കളയാം കേട്ടോ. ഞാൻ ഉണ്ടാക്കിയ നാച്ചുറൽ ഹെയർ ഡൈ കണ്ടല്ലോ, ഇത് നമുക്ക് പുറത്തോട്ടൊക്കെ ധൈര്യമായിട്ട് തേച്ചുകൊണ്ട് പോകാം. തേച്ച് കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് വാഷ് ചെയ്ത് കളയാം. എന്നിട്ട് കോമ്പ് ചെയ്ത് വെച്ചുകൊണ്ട് പുറത്തോട്ട് പോകാം. അപ്പോൾ ഇത് ഷാമ്പു വാഷ് ചെയ്യുമ്പം എന്തായാലും ഇത് പോകും. ഇത് ടെമ്പററി ഡൈ ആണ്, പെർമനൻ്റ് അല്ല. അപ്പോൾ നമുക്ക് എന്താണ് പെട്ടെന്നൊക്കെ പുറത്തോട്ട് പോകുമ്പോഴല്ലേ എപ്പോഴും നമ്മുടെ മുടി വെളുത്തിരിക്കുന്ന ഒരു പ്രശ്നം ഉണ്ടാകുന്നത്. അപ്പോൾ ആ ഒരു പ്രശ്നം പരിഹരിക്കാനായിട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ എപ്പോൾ ഷാമ്പു വാഷ് ചെയ്യുന്നു അപ്പോൾ മാത്രമേ ഈ ഒരു ഹെയർ ഡൈ പോകത്തുള്ളൂ. നമ്മുടെ കയ്യിലൊന്നും പറ്റത്തൊന്നുമില്ല. നന്നായിട്ട് ഉണങ്ങിക്കഴിഞ്ഞതിന് ശേഷം പ്ലെയിൻ വാഷ് ചെയ്ത് കളയുക കേട്ടോ. അപ്പോൾ നല്ലൊരു റിസൾട്ടാണ്. എല്ലാവരും ചെയ്ത് നോക്കാൻ മറക്കല്ലേ. നേരത്തെ ഇതുപോലുള്ള നാച്ചുറൽ ഹെയർ ഡൈകൾ ഞാൻ ഇട്ടിട്ടുണ്ട്. റിസൾട്ട് കിട്ടിയവരും ഉണ്ട്, കിട്ടാത്തവരും ഉണ്ട്. കിട്ടാത്തവരുടെ മുടിയുടെ സ്ട്രക്ചർ വ്യത്യാസമായിരിക്കും, അതുപോലെ തന്നെ എണ്ണമയമുള്ള ഹെയർ ഒക്കെ ആയിരിക്കും അങ്ങനെയുള്ളതും. പിന്നെ അതുപോലെ തന്നെ കെമിക്കൽ ഡൈ യൂസ് ചെയ്ത ഹെയറിലൊന്നും പിടിക്കാൻ പാടാണ്. അതുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് പിടിക്കാൻ ബുദ്ധിമുട്ട്. അപ്പോൾ എല്ലാവരും പിടിക്കുന്നവരെല്ലാം ഇത് ചെയ്തു പോവുക. അത് നിങ്ങൾക്ക് നല്ലതല്ലേ, പിടിച്ച് കിട്ടിയാൽ എന്തായാലും നല്ലതല്ലേ. അതുകൊണ്ട് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതിന് എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.